ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ പാസ്ത ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിലുള്ള പാസ്തയാണ് ഉണ്ടാക്കാറ്. അപ്പം അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഞാനൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പാസ്ത ഫ്രൈ പോലെ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പം മക്രോണി ഒന്ന് ആദ്യം കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഹാഫ് കപ്പാണ്. ഹാഫ് കപ്പിലാണ് ഞാൻ എടുക്കുന്നത്. ഒരുപാടൊന്നും മക്രോണി ഞാൻ ഉണ്ടാക്കുന്നില്ല, കാരണം ഓൾറെഡി ഡിന്നറിന് ചപ്പാത്തി ഉണ്ട്. അപ്പോൾ ചപ്പാത്തീൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടാണ് ഞാനിവിടെ മക്രോണി റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് കപ്പ് ഞാൻ ഇട്ടു. അപ്പോൾ ഒരു ഹാഫ് കപ്പും കൂടി നമുക്കിടാം. ഒരു ഹാഫ് കപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും വേണം. ഇത് ഒട്ടിപ്പിടിക്കാണ്ടാക്കാൻ കുറച്ച് ഞാനിവിടെ നെയ്യാട്ടോ ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ, സാധാ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഇനി ഉപ്പൊക്കെ പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ അടുപ്പത്തേക്ക് വെക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് ഇതിലേക്ക് വേണ്ട പച്ചക്കറി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധനങ്ങളാണ് വേണ്ടത്: ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞി തക്കാളി. നല്ല പഴുത്തതാണെങ്കിൽ അത്രയും നന്നാവും. പിന്നെ നമ്മൾ സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് അത് മതി. പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ പാസ്തയ്ക്ക് വേണ്ട എല്ലാ ഇതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ട്, തക്കാളി ഉണ്ട്, ഉള്ളിയുണ്ട്. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം, കുക്ക് ചെയ്യാം. അപ്പം ചൂട് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാസ്തക്കുട്ടൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അധികം ഒട്ടിപ്പിടിക്കുക, ഓവറായിട്ട് കുക്ക് ചെയ്യുക അങ്ങനെയായി പോകുന്നൊന്നും ചെയ്തില്ല. കറക്റ്റ് വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ പാസ്ത നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. പാസ്ത നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ കുറച്ച് ഇതായിട്ടാണ് ഉണ്ടാക്കുക, വൈറ്റ് ക്രീമി ടെക്സ്ചർ ഉണ്ടായിട്ടുള്ളൊരു പാസ്ത. പിന്നെ പാസ്ത നമ്മൾ അധികം പാസ്ത ആണെങ്കിൽ വൈറ്റ് ക്രീം വരുന്ന പോലത്തെ പാസ്തയാണ് ഉണ്ടാക്കുക. പിന്നെ ചില ആൾക്കാർ പാസ്ത ഉണ്ടാക്കുമ്പോൾ ഈ ടൊമാറ്റോ പ്യൂരി ആയിട്ട് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. പിന്നെ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി രീതിയിൽ തന്നെയാണ്, കാരണം ഇത് കുറച്ച് സ്പൈസി ആയിരിക്കും. ഈ ക്രീമി ടെക്സ്ചറിലുള്ളത്, വൈറ്റ് ക്രീമി ടെക്സ്ചറിലുള്ളത് നല്ലൊരു ടേസ്റ്റാണ്, കാരണം ഒരു മധുരവും ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറും മാത്രമേ വരുന്നുള്ളൂ. ഒരു എരിവ് വരുന്നില്ല. കുരുമുളകിൻ്റെ എരിവായിട്ടല്ല, ഒരു നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് സ്പൈസി ആയിരിക്കും, കാരണം നമ്മൾ ഇത് ഉദ്ദേശിച്ചത് വൈറ്റ് കളറല്ല, ഒരു റെഡ് കളറായിരിക്കും നമ്മുടെ ഈ പാസ്ത ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ അമൂലിൻ്റെ ഇങ്ങനെയുള്ളൊരു ക്യൂബായിട്ട് വരുന്നൊരു ബട്ടറാണ് എടുത്തത്. അപ്പം ഇതിൽ തന്നെ ഞാൻ പീസാക്കി വെച്ചതാട്ടോ. ഞാൻ മോനെടുത്തതിൻ്റെ ബാക്കി ഒരു ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിക്കോട്ടെ, എല്ലാ ഭാഗത്തേക്കും നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ വേഗം എല്ലാ ഭാഗത്തായിട്ട് നല്ലോണം മെൽറ്റ് ആവുന്നുണ്ട്. ഓക്കെ, മെൽറ്റായി. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറിലൊക്കെ കിടന്നിട്ട് അതൊന്ന് മൂക്കട്ടെ. ഫ്ലെയിം അധികം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് കുറച്ച് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഓണിയൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതൊന്നും എല്ലാവർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ
നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്ത് ടൊമാറ്റോ അപ്പം തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ പൊടികൾ, മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാട്ടോ എടുത്തത്. എരിവ് കുറവായിരിക്കും. നമുക്ക് ആ കുരുമുളകിൻ്റെ ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ എല്ലായിടത്തിലും മിക്സ് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് ഡ്രൈ ആയി കിടക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിലൊക്കെ എല്ലാ ഭാഗത്തുമായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പാസ്തയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ പാസ്ത ചൂടൊക്കെ തണിഞ്ഞ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നല്ലോണം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കി, അപ്പം ഉപ്പ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ജസ്റ്റ് തൂവി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് കുറച്ചൊരു സ്വീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിനി ചേർത്താൽ മതി. നല്ലോണം ഒന്ന് കുഴഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ കുറച്ചും കൂടി സോസ് ഒഴിച്ചു കേട്ടോ. കെച്ചപ്പ് ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു. എനിക്ക് സോസിൻ്റെ ഫ്ലേവർ ഒന്ന് വരാത്ത പോലെ തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തു. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. അപ്പം ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആണ് ഈ ഒരു മക്രോണി ഉണ്ടാക്കാൻ. മറ്റേതുപോലെ 2-3 പാത്രങ്ങളൊന്നും വേണ്ട. ഇത് ആകെ ഒരു പണി എന്ന് പറഞ്ഞാൽ മക്രോണി ഒന്ന് ആദ്യം കുക്ക് ചെയ്ത് വെക്കണം. ആ ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നെക്സ്റ്റ് വെറൈറ്റി വീഡിയോയിൽ കാണുന്നവരെ ബൈ.